കണ്ണീരുണങ്ങാതെ വയനാട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവരെ ചേർത്ത് പിടിക്കാൻ, അവരുടെ കണ്ണീരൊപ്പാൻ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് തങ്ങളാൽ കഴിയുന്ന വിധത്തിലുള്ള സഹായ സഹകരണങ്ങൾ അത് ആളായും അർത്ഥമായുമൊക്കെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പലരും ഈ NDRF പോലെയുള്ള സംഘടനകൾ അവരുടെ ഭാഗത്തു നിന്ന് അവരുടെ അനുഭവ പരിചയം മുതലാക്കിയുള്ള രക്ഷാപ്രവർത്തനത്തിലേക്ക് കടക്കുമ്പോൾ നിസ്വാർത്ഥരായി സാധാരണ ജനങ്ങളും ഈ സേവന രംഗത്ത് എത്താനുള്ള അവരുടെ താല്പര്യത അറിയിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അവരെയൊക്കെയും അവർ ഈ എക്സ്പീരിയൻസിൻ്റെ അനുഭവ പരിചയത്തിൻ്റെ കുറവ് കൊണ്ട് അവരെ അങ്ങോട്ടേക്ക് കടത്തിവിടാൻ പോലും കഴിയാത്ത സാഹചര്യമാണ്. പക്ഷേ എങ്കിൽ പോലും അതിന് ആളുകൾ തയ്യാറായി മുന്നോട്ട് വരുന്നതിനെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാതിരിക്കാൻ കഴിയുകയില്ല. വളരെ എല്ലാ മേഖലകളിൽ നിന്നുള്ള ആളുകളാണ് ഇതിലേക്ക് ചേർന്ന് നിൽക്കുന്നത്. മാത്രമല്ല, നമുക്ക് ഈ വയനാട്ടിൽ നിന്ന് മാറിയുള്ള ഇടങ്ങളിൽ സേവാഭാരതി പോലുള്ള സംഘടനകൾ നടത്തുന്ന പ്രവർത്തനങ്ങളെ കൂടി നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട്. അത് മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നത് മുതൽ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവരെ സഹായിക്കാൻ തയ്യാറായി വരുന്ന ജനങ്ങളിൽ നിന്ന് സഹായ സഹകരണങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഈ ദുരിതാശ്വാസ സാമഗ്രികളൊക്കെ ശേഖരിച്ചുകൊണ്ട് ഈ വയനാട് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് എത്തിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ കൂടി അവർ സജീവമായി നിൽക്കുകയാണ്. നമുക്ക് മനോജിലേക്ക് വീണ്ടും പോകാം. ഈ എന്താണ് ചൂരൽമലയിലെ ഒരു സാഹചര്യം എന്ന് നോക്കാം. മനോജ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഈ വിവിധ പ്രദേശങ്ങൾക്ക് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന അത് അവിടെ കുറേ അധികം മനുഷ്യർ അവരുടെ ദൈനംദിന ജീവിതത്തിൽ കടന്നു പോയിട്ടുള്ള ഇടങ്ങളാണ്. വളരെ സന്തോഷത്തോടെ അവരുടെ ദൈനംദിന ആവശ്യങ്ങൾ അല്ലെങ്കിൽ ആ ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു നാട് ഇങ്ങനെ ശ്വസിച്ച് ജീവിച്ച് വരികയായിരുന്നു. പക്ഷെ അവിടെ ഇപ്പോൾ നിശ്ചലമായി കിടക്കുന്നതും ചെളി ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്നതും ഒക്കെ കാണുമ്പോൾ വലിയ സങ്കടമാണ്. പക്ഷേ എല്ലായിടത്തും തിരച്ചിലുകൾ നടത്തുന്നതിനൊപ്പം തന്നെ സാധ്യമായതെല്ലാം വീണ്ടെടുത്ത് കൊടുക്കുക എന്നുള്ളത് കൂടി ദുരിതാശ്വാസ പ്രവർത്തകർ ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം പല ഇടങ്ങളിൽ നിന്നും ഈ രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ അല്ലെങ്കിൽ ഈ ചെളിയും മണ്ണും ഒക്കെ മാറ്റുമ്പോൾ അതിൽ നിന്ന് തിരിച്ചറിയൽ കാർഡ് പോലെയുള്ള കാര്യങ്ങൾ, വളരെ അമൂല്യമായ സാധനങ്ങൾ, മൂല്യമുള്ള സാധനങ്ങളൊക്കെയും കിട്ടുമ്പോൾ അതെല്ലാം വേണ്ടപ്പെട്ടവർക്ക് ഒരു കേടും കൂടാതെ എത്തിച്ചു കൊടുക്കാൻ കൂടി ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് കൂടി വേണ്ടി ഇപ്പോൾ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർ ഒരുപക്ഷെ അവരുടെ വീട് അന്വേഷിച്ച് പോകുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകളെ എല്ലാവരെയും അങ്ങനെ കടത്തിവിടാൻ അവർ തയ്യാറാകുമോ മനോജ്? ഈ ചില കുടുംബങ്ങളിലൊക്കെ നമുക്കറിയാം 1-2 ആളുകൾ മാത്രമാണ് അവശേഷിച്ചിരിക്കുന്നത്. അപ്പോൾ അവരും പോകുന്നുണ്ട് തങ്ങളുടെ ഉറ്റവരുടെ എന്തെങ്കിലും ഓർമ്മകളെങ്കിലും ലഭിക്കുമോ എന്നറിയുന്നതിന് വേണ്ടിയിട്ട്. പക്ഷെ അങ്ങനെയുള്ള ആളുകളെ എല്ലാവരെയും കടത്തിവിടാൻ കഴിയുമോ? ഇപ്പോഴത്തെ അവിടുത്തെ ഒരു സാഹചര്യം എന്താണ്? ഈ ചെളിയും വഴുക്കലുമൊക്കെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ അപകടങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുമില്ലേ? തീർച്ചയായും ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനത്തിനായിട്ടുള്ള ആളുകളെ മാത്രമാണ് അങ്ങോട്ടേക്ക് കടത്തിവിടുന്നത്. സന്നദ്ധ സംഘടനകളുടെയും അതോടൊപ്പം തന്നെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെയും നേതൃത്വത്തിൽ ഇവിടേക്ക് എത്തുന്ന രക്ഷാപ്രവർത്തകർ അവരെ ഈ സൈന്യം നിർമ്മിച്ചിട്ടുള്ള താൽക്കാലിക പാലത്തിലൂടെയാണ് ഇപ്പോൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ എല്ലാം നഷ്ടപ്പെട്ട് ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവരുണ്ട്. അവരൊക്കെ ചിലരൊക്കെ ഇങ്ങോട്ടേക്ക് എത്തുന്നുമുണ്ട്. ഈ ഭാഗത്തേക്ക്, അതായത് അവരുടെ വീടുകൾ ഉണ്ടായിരുന്ന ഭാഗത്തേക്ക് അവർ പോകുന്നു. അവിടെ എത്തുന്ന രക്ഷാ സംഘത്തിന് മുന്നിൽ ഈ രക്ഷാപ്രവർത്തകർക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നു അവിടെയുള്ള ഓരോ കാര്യങ്ങളെക്കുറിച്ചും. അത്തരത്തിൽ ഈ തെരച്ചിലിന് സഹായകരമാകുന്ന രീതിയിൽ അവർ പ്രവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവർ പറയുന്നുണ്ട് അവരുടെ ആ ഒരു അനുഭവം, ഇത്രയധികം ഭീകരമായിട്ടുള്ള ഒരു ദുരന്തം അത് നേരിട്ട് കണ്ട ആ ഒരു അനുഭവമൊക്കെ തന്നെ അവർ പറയുന്നുണ്ട്. അതോടൊപ്പം അവരുടെയൊക്കെ വിഷമവും പങ്കുവെക്കുന്നുണ്ട്. കാരണം എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്നവരാണ്. അതുപോലെ തന്നെ അവരുടെ ഒരു പ്രദേശം ഒന്നാകെ തന്നെ, ബന്ധുക്കളും പ്രദേശവും ഈ എല്ലാ ഉറ്റവരും ഉടയവരും ഒന്നും ഇനി തിരിച്ചു കിട്ടില്ല എന്നുള്ള ആ ഒരു കാര്യം, ആ ഒരു മാനസികാവസ്ഥയിലാണ് അവർ ഇങ്ങോട്ടേക്ക് എത്തുന്നത് എന്നുള്ള കാര്യമാണ്. എന്തായാലും ഇപ്പോൾ നിരവധി പേരാണ് ഈ രക്ഷാപ്രവർത്തനത്തിനായി ഇങ്ങോട്ടേക്ക് എത്തുന്നത്. അല്പസമയത്തിനകം തന്നെ ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ കൂടെ ഇങ്ങോട്ടേക്ക് എത്തും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അദ്ദേഹം മേപ്പാടിയിൽ എത്തിക്കഴിഞ്ഞു, അവിടെ നിന്നും തിരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ഇവിടെ എത്തി ഈ ചൂരൽമലയിലും അതോടൊപ്പം തന്നെ മുണ്ടക്കയിലും എത്തും എന്നുള്ള കാര്യമാണ്. ഈ ദുരന്ത മേഖലയിൽ അദ്ദേഹം എത്തുമെന്നുള്ള കാര്യം തന്നെയാണ്. അദ്ദേഹം വ്യക്തിപരമായി നൽകുന്ന ഈ ധനസഹായം അത് നമുക്ക് എല്ലാ മേഖലയിലും അദ്ദേഹം ഇത്തരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാറുണ്ട്. ഇപ്പോൾ ഇവിടെയുള്ള ജനങ്ങൾക്ക്, ഇവിടെയുള്ള ഈ എല്ലാവരുടെയും മനസാക്ഷിയെ ഞെട്ടിച്ച ഈ ഒരു ദുരന്തം, അതിൽ അദ്ദേഹം
അദ്ദേഹത്തിനെ കൊണ്ടാകുന്ന രീതിയിലുള്ള സഹായം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ അദ്ദേഹം ഔദ്യോഗികമായി ഇവിടേക്ക് സന്ദർശനം നടത്തുന്ന ഒരു സന്ദർഭം കൂടെയാണ്. അതിന് തന്നെ ഈ സൈനികർ ഇവിടെ നിർമ്മിച്ചിട്ടുള്ള ഈ ബെയിലി പാലത്തിലൂടെ ആകും അദ്ദേഹം ഈ മുണ്ടക്കയത്തിലേക്ക് പോകുക എന്നുള്ളതാണ്. ഇതിലൂടെ വാഹനത്തിലൂടെയാകും ചിലപ്പോൾ അങ്ങോട്ടേക്ക് അദ്ദേഹം എത്തുക. കാരണം വാഹനത്തിന് അങ്ങോട്ടേക്ക് എത്തുവാനുള്ള സൗകര്യമൊക്കെ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ആ ഒരു സംവിധാനമൊക്കെ തന്നെ ഇവിടെ നമുക്ക് കാണുവാനൊക്കെ സാധിക്കും. എന്തായാലും ഇനി ഈ ഒരു രക്ഷാപ്രവർത്തകർ അങ്ങോട്ടേക്ക് പോകുന്നതിനോടൊപ്പം തന്നെ ഇതുപോലെ ഔദ്യോഗികമായി ഇവിടെ എത്തുന്നവരുമുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ അദ്ദേഹം ഇങ്ങോട്ടേക്ക് എത്തിച്ചേരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു മേഖലയിൽ, അതായത് മുണ്ടക്കയം അതുപോലെ തന്നെ ഈ ചൂരൽമല മേഖലയിൽ നിന്നൊക്കെ ഈ മൃതദേഹങ്ങൾ കണ്ടെടുക്കുമ്പോഴും അത് തിരിച്ചറിയാൻ കഴിയാത്ത വിധം ഛിന്ന ഭിന്നമായി ആണ് എന്നുള്ള കാര്യമാണ്. അത് ഈ ആംബുലൻസുകളൊക്കെ കൊണ്ടുവരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. കാരണം അത്രയധികം തിരിച്ചറിയാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് തിരിച്ചറിയപ്പെടാത്ത മൃതദേഹങ്ങൾ നിരവധിയായി ഈ കണക്കുകളിൽ വരുന്നത്. എന്തായാലും ഈ കണക്കുകളിലൊന്നും തന്നെ അല്ല എന്നുള്ള കാര്യം നാട്ടുകാർ പറയുന്നുണ്ട്. കാരണം നിരവധി പേരെയാണ് ഇനിയും കാണാനുള്ളത്. ഈ ഔദ്യോഗികമായി പുറത്തുവിടുന്ന കണക്കുകൾ അതിൽ എത്രത്തോളം നമുക്ക് പറയാനാകും എന്നുള്ള കാര്യമാണ്. കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഈ മേഖലകളിലൊക്കെ നിരവധി ലയങ്ങൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ തോട്ടം തൊഴിലാളികൾ, അതോടൊപ്പം ഇതര സംസ്ഥാന തൊഴിലാളികൾ, മറ്റ് ഈ വിദേശത്തു നിന്ന് എത്തിയവരൊക്കെ ഉണ്ട് എന്നുള്ള കാര്യമാണ്. അവരൊക്കെ തന്നെ ഈ ദുരന്തത്തിൽ അകപ്പെട്ടു പോയവരും ഇത്തരത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു പോയവരും ഒക്കെ നിരവധിയാണ് എന്നുള്ള കാര്യമാണ്. എന്തായാലും കിട്ടിയ വിവരങ്ങൾ അനുസരിച്ചുള്ള ഒരു പരിശോധന അതിപ്പോൾ ഈ എല്ലാ ഭാഗത്തു നിന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ എല്ലാ സംയുക്തമായി തന്നെ ഈ ഒരു പരിശോധന എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ചേർന്ന് നിന്നുകൊണ്ട് സർക്കാർ സംവിധാനങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളൊക്കെ തന്നെ ദ്രുതഗതിയിൽ ഈ ഒരു പരിശോധനയ്ക്കായുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നു എന്നുള്ളതാണ്. ഈ തെരച്ചിലിനായിട്ടുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഇവിടെ തയ്യാറാക്കുന്നു. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉൾപ്പെടെ ഇവിടെ ആദ്യഘട്ടത്തിൽ തന്നെ എത്തി ഇവിടെ താമസിച്ചുകൊണ്ട് ഈ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്ന സാഹചര്യം. അത്തരത്തിൽ എല്ലാവിധത്തിലുള്ള ഉത്തരവാദിത്വവും നിർവഹിക്കുന്ന ഈ ജനപ്രതിനിധികൾ ഇങ്ങോട്ടേക്ക് എത്തുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു പ്രവർത്തനം ഇങ്ങനെ തന്നെ ദിവസങ്ങളായി കൊണ്ടിരിക്കുകയാണ്. നിരവധി മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നു. അതോടൊപ്പം കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ 4 പേരെ ഒരു ഭാഗത്തു നിന്നും കണ്ടെത്തുവാനും സാധിച്ചു എന്നുള്ള കാര്യമാണ്. മുൻപും ഇതേപോലെ സൈന്യം ആദ്യഘട്ടത്തിൽ ഈ ദുരന്തത്തിൽ ഇടപെടുമ്പോഴും ആദ്യഘട്ടത്തിൽ എയർലിഫ്റ്റിംഗ് ഒക്കെ നടത്തുമ്പോഴും നിരവധി പേരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ സാധിച്ചു എന്നുള്ളതാണ് വലിയ ഒരു കാര്യം. അത്തരമൊരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം. കഴിഞ്ഞ ദിവസം ഒരു ജീവന്റെ തുടിപ്പുണ്ട് എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ആ ഒരു പരിശോധന രാത്രിയോളം നീണ്ടു നിന്നത്. എന്നാൽ പിന്നീട് അത് അവസാനിപ്പിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അതിനുശേഷം ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ച അതിനിപ്പോഴും, അതായത് രാവിലെ 7 മണിക്ക് മുൻപായി തന്നെ മുണ്ടക്കൈ ഭാഗത്ത് ഈ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും ഈ സന്നദ്ധ പ്രവർത്തകരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ, ആ ഒരു തിരച്ചിലിന്റെ ഭാഗമാകുവാൻ വേണ്ടി. അത് തന്നെയാണ് ഈ വയനാട്ടിലെ ഈ ഒരു മണ്ണിലെ ഇവിടെയുള്ള ജനങ്ങളെ ചേർത്തു നിർത്തുക എന്നുള്ള ഒരു കാര്യം. അത് രാഷ്ട്രീയ ഭേദമന്യേ ജാതി മത ചിന്തകൾക്ക് അതീതമായി എല്ലാ തരത്തിലും മനുഷ്യനാണ് എന്നുള്ള ആ ഒരു കാര്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയുള്ള പ്രവർത്തനം. അത് എന്തായാലും എല്ലാ സംഘടനകളും ഇവിടെ സജീവമാണ്. എല്ലാ തരത്തിലുള്ള വകുപ്പുകളും ഇവിടെ സജീവമാണ് എന്നുള്ള കാര്യം തന്നെയാണ്. എന്തായാലും ഈ ഒരു മേഖലയെ പറ്റി നമുക്കറിയാം. മുൻപ് ഈ ഒരു പ്രദേശം എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം അത്രയധികം സുന്ദരമായിരുന്നു. അത്രയധികം ഈ സ്കൂൾ ഉൾപ്പെടെ ഈ ചൂരൽമലയിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളാർമല സ്കൂൾ ഉൾപ്പെടെ വളരെയധികം സുന്ദരമായിരുന്ന ഒരു പ്രദേശം. ആ പ്രദേശമാണ് ഇന്ന് ഈ നിലയിൽ കാണപ്പെടുന്നത് എന്നുള്ളതാണ്. അത്രയധികം വ്യാപ്തിയുണ്ട് ഈ ഉരുൾപൊട്ടലിനെന്നാണ്. ഉരുളെടുത്തപ്പോൾ നമുക്കറിയാം ഈ മേഖലകളൊന്നും തകർത്തുകൊണ്ട് ഈ വലിയ കല്ലുകൾ വന്ന് പതിച്ചുകൊണ്ട് ജലം ഒഴുകിയെത്തിക്കൊണ്ട് ഈ ദൃശ്യങ്ങളിലൊക്കെ തന്നെ നമുക്ക് വ്യക്തമാണ് ആ പ്രദേശം ഇന്നില്ല എന്നുള്ള കാര്യം. ആദ്യഘട്ടത്തിൽ ഈ പാലം നിർമ്മിക്കുന്നതിന് മുൻപായി ഇവിടെ അങ്ങോട്ടേക്ക് എത്തുവാനുള്ള പ്രയാസമായിരുന്നു. കാരണം എങ്ങനെയാണ് രക്ഷാപ്രവർത്തനത്തിനായി ഈ മുണ്ടക്കൈ ഭാഗത്തേക്ക് എത്തുക എന്നുള്ളതാണ്. എന്നാൽ പിന്നീട് സൈന്യം അങ്ങോട്ടേക്ക് എത്തുന്നു, NDF-ന്റെ എത്തുന്നു.
അതിനു പിന്നാലെയാണ് ഈ ഒരു പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുന്നതും പെട്ടെന്ന് നിർമ്മാണം പൂർത്തിയാക്കുന്നതും. എന്തായാലും ഈ ഒരു തിരച്ചിൽ തുടരുന്ന സാഹചര്യത്തിൽ അങ്ങോട്ടേക്ക് വാഹനങ്ങൾ കൂടെ എത്തിക്കുവാൻ സാധിക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അത് തന്നെയാണ് വലിയൊരു സഹായകരമായിട്ടുള്ള തിരച്ചിലിന് കൂടുതൽ വേഗത കൂട്ടുവാനുള്ള ഒരു ശരി മനോജ്, അരുൺ അവർ വിവരങ്ങൾ നൽകുകയായിരുന്നു ചുരൽമലയിൽ നിന്ന്. ഒപ്പം സൈനിക ബേസ് ക്യാമ്പിൽ നിന്നുള്ള വിവരങ്ങളൊക്കെയും പങ്കുവയ്ക്കുകയായിരുന്നു. നമുക്ക്